അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇമാസ് ബേസിക് ഇംഗ്ലീഷ് കോഴ്സിന്റെ രണ്ടാം പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അതിന്റെ ഒരു ഇൻട്രഡക്ഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്തത്. അതുപോലെ സെൽഫ് ഇൻട്രഡക്ഷൻ എങ്ങനെ സ്വന്തമായിട്ട് പരിചയപ്പെടുത്താം ഇംഗ്ലീഷിൽ എന്ന് അതിന്റെ ചില കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അതിൽ ചില സംശയം ചോദിച്ചിരുന്നു. ഇൻട്രഡക്ഷൻ സമയത്ത് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണ്. നമ്മളിപ്പം വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ മൈസെൽഫ് മുഹമ്മദ് ഇൻസാഫ് എന്ന് പറയുന്നത് ശരിയാണെന്ന്. അട്ടർലി റോങ് ആക്ച്വലി. അതൊരിക്കലും അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. അതൊരു ഇൻഫോർമൽ ടോക്ക് എന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മളെ പരിചയപ്പെടുത്തുന്ന നിർബന്ധമായിട്ട് മൈ നെയിം ഈസ് മുഹമ്മദ് ഇൻസാഫ്, അതർവൈസ് ഐ ആം മുഹമ്മദ് ഇൻസാഫ് എന്ന് തന്നെ പറയണം. നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ വെച്ച് മൈസെൽഫ് മുഹമ്മദ് ഇൻസാഫ് പറഞ്ഞാൽ യു ആർ കംപ്ലീറ്റ്ലി റോങ്. സോ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ വേറൊരാൾ ചോദിച്ചിരുന്നു, ഞാൻ പഠിക്കുകയാണെങ്കിൽ ഐ എം പെർസ്യൂയിങ് PG എന്നത് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ റോങ്. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഐ എം പെർസ്യൂയിങ് BA, ഐ എം പെർസ്യൂയിങ് BEd, ഐ എം പെർസ്യൂയിങ് PG. പെർസ്യൂ മീൻസ് റൺ ആഫ്റ്റർ എന്നാണ്. നമ്മളതിന് ബെറ്റർ ആയിട്ട് ഐ എം സ്റ്റഡിങ്, ഐ എം ഡൂയിങ് മൈ PG, ഐ എം ഡൂയിങ് മൈ ഡിഗ്രി എന്ന പ്രയോഗം നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ടാസ്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതിന്റെ അസസ്മെന്റ് നമ്മൾ ഈ ആഴ്ച കഴിഞ്ഞിട്ട് നടക്കുന്നതാണ്. ഇന്റർവ്യൂവും അതിന്റെ ഒരു മോക്ക് ഇന്റർവ്യൂ നമ്മൾ നടത്തും ഇൻഷാ അല്ലാ. ഒരു ഇന്റർവ്യൂ കൃത്യമായിട്ട് എങ്ങനെ നിങ്ങൾ വരുന്നതും അതിന്റെ ഒരു പ്രസന്റേഷൻ രീതിയിലൊക്കെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യും ഇൻഷാ അല്ലാ. So today actually we are looking for very basics of the English communication. Basically ഞാൻ കുറച്ച് ചില കാര്യങ്ങൾ സംസാരിക്കും, അതിന്റെ കൂടെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോണ്ടന്റുകളും നിങ്ങളുമായി ഷെയർ ചെയ്യും. ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത് ഒരു സബ്ജക്റ്റ് അല്ല. ഇംഗ്ലീഷ് ഇസ് നോട്ട് എ സബ്ജക്ട് ആക്ച്വലി. നമ്മൾ സ്കൂളിൽ വെച്ച് പഠിക്കുന്ന മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് എന്നതുപോലെയുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഇംഗ്ലീഷ് എന്ന ഒരു ധാരണ നമ്മൾ ഒഴിവാക്കണം ആദ്യമായിട്ട്. ഇംഗ്ലീഷ് ഈസ് ആക്ച്വലി എ സ്കിൽ. അതൊരു സ്കില്ലാണ്. ഒരു സബ്ജക്ട് എന്നതിനപ്പുറം ഇതൊരു സ്കില്ലാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അക്വയർഡ് ബൈ പ്രാക്ടീസ്. നമ്മളെ പ്രാക്ടീസ് മുഖേന, ഫോർ എക്സാമ്പിൾ സ്വിമ്മിങ് ഈസ് എ സ്കിൽ. സ്വിമ്മിങ് ഈസ് എ സ്കിൽ ആക്ച്വലി. ഡ്രൈവിംഗ് ഈസ് എ സ്കിൽ. നമ്മളത് തിയറട്ടിക്കൽ പഠിക്കുന്നതിന് അപ്പുറമായിട്ട് നമ്മൾ ബൈ പ്രാക്ടീസ്, നമ്മൾ ഒരു നീന്തൽ പഠിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ തിയറട്ടിക്കലായിട്ട് കൈ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്ന് പഠിക്കുന്നതിനപ്പുറം നമ്മൾ കുളത്തിൽ പോയിട്ട് നമ്മൾ നേരെ നമ്മൾ അതിന്റെ പ്രാക്ടിക്കലി അത് പഠിക്കുക തന്നെ വേണം. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് ഇറ്റ്സ് ആക്ച്വലി എ സ്കിൽ. ഇതൊരു സ്കില്ലാണ്. അത് ബൈ പ്രാക്ടീസ്, by I told you yesterday actually by listening, by speaking. These are the very important tools, because these are very important things required. ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് കേൾക്കുക, സംസാരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കില്ല് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, നമ്മൾക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട സ്കില്ലുകളുണ്ട്, ഹാർഡ് സ്കിൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ. നമ്മൾ ഒരു കമ്പ്യൂട്ടർ എടുത്ത് നോക്കിയാൽ ഉദാഹരണത്തിന് അതിന് സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഹാർഡ്വെയർ ഉണ്ടാവും. അതിന്റെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതിന്റെ കീബോർഡ്, മൗസ്, അതിന്റെ ടച്ചബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഈദർ ഇറ്റ് ഈസ് എ ഇൻപുട്ട് ഡിവൈസ് ഓർ ഔട്ട്പുട്ട് ഡിവൈസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് കോൾഡ് ആക്ച്വലി ഹാർഡ്വെയർ. ആൻഡ് സോഫ്റ്റ്വെയർ മീൻസ് ഇറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ്, എ കൈൻഡ് ഓഫ്, for example, Microsoft Word, Excel, it is all actually a software. The software makes the function better rather than the hardware. So that accordingly, നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹാർഡ് സ്കില്ലുണ്ട്, സോഫ്റ്റ് സ്കില്ലുണ്ട്. ഹാർഡ് സ്കില്ല് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവന്റെ കൈ ഉപയോഗിച്ച് കാല് ഉപയോഗിച്ച് അവന് ചെയ്യാൻ പറ്റാവുന്ന ചില സാധനങ്ങൾ, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റാന്നുള്ള, ഇറ്റ്സ് ആക്ച്വലി എ ഹാർഡ് സ്കിൽ. സോ എവറിബഡി ക്യാൻ ഡു ഇറ്റ്. അതർ ദാൻ ദാറ്റ് ആക്ച്വലി സോഫ്റ്റ് സ്കിൽ. സോഫ്റ്റ് സ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ടാലൻസുകൾ എക്സ്പോഷർ ചെയ്യുക. നമ്മുടെ ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ നന്നായി സംവദിക്കാൻ കഴിയുക, നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക, ലാംഗ്വേജ് പ്രസന്റേഷൻ. ദിസ് ഇസ് ഓൾ ആക്ച്വലി എ സോഫ്റ്റ് സ്കില്ലാണ്. അപ്പോൾ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ സോഫ്റ്റ് സ്കില്ലുകളുടെ കാലമാണ്. അതുകൂടി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ തിരിച്ചു വരികയാണ്. ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബേസും അതിന്റെ അടിസ്ഥാനപരമായുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് ഒരു ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഗ്രാമറിലേക്ക് ഞാൻ പോകുന്നില്ല ക്ലാസ് ഒരിക്കലും. അതിന്റെ ഏറ്റവും നല്ല ശൈലിയിലൂടെ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെ നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം സിമ്പിളായിട്ട്
നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു, നീ, നിങ്ങൾ, നീ എന്ന് പറയും. ദേ, ഇതാണ് ഇംഗ്ലീഷിലെ പ്രോണൗണുകൾ. അതിന്റെ മീനിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദേ മീൻസ് അവർ, വി നമ്മൾ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ഇത് അല്ലെങ്കിൽ അത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പേര് മുഹമ്മദ്. സോ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, മുഹമ്മദ്. സോ നമുക്ക് ഇത് വെച്ച് തുടങ്ങാം നമ്മുടെ ക്ലാസ്സുകൾ. സോ ബേസിക്കലായിട്ട് നമുക്ക് അറിയാവുന്നതാണ്, ഇതിന്റെ ഒക്കെ മീനിങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഒന്ന് പരിഭ്രാന്തപ്പെടും. ഐ എന്ന് വന്നാൽ ഞാൻ എങ്ങനെ പറയണം, ഞാനൊരു വിദ്യാർത്ഥിയാണ്. സോ ഐന്റെ കൂടെ നമ്മൾ ആം എന്ന് ചേർക്കും, ഐ ആം. സോ ഐ ആം എ സ്റ്റുഡന്റ്, ഐ എം എ സ്റ്റുഡന്റ്, യു ആർ എ സ്റ്റുഡന്റ്, ദേ ആർ സ്റ്റുഡൻസ്, വി ആർ സ്റ്റുഡൻസ്, ഹി ഈസ് എ സ്റ്റുഡന്റ്, ഷീ ഈസ് എ സ്റ്റുഡന്റ്, ഇറ്റ് ഈസ് എ സ്റ്റുഡന്റ്, മുഹമ്മദ് ഈസ് എ സ്റ്റുഡന്റ്. സോ നമ്മൾ ഇങ്ങനെ ബേസിക്കലായിട്ട് നമ്മൾ സെന്റൻസ് സ്ട്രക്ചർ ചെയ്ത് പഠിക്കുകയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. നമ്മൾ എപ്പോഴും ഐ എന്ന് വന്നാൽ ആം ഉപയോഗിക്കണം. അതിന്റെ തിയറട്ടിക്കൽ പാർട്ടിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സോ ലെറ്റ്സ് ഹാവ് എ കൈൻഡ് ഓഫ് ചെയിൻ ഓഫ് സോങ്സ് ആക്ച്വലി. സോ ഐ ആം എ സ്റ്റുഡന്റ്, യു ആർ എ സ്റ്റുഡന്റ്, they are students, we are students, he is a student, she is a student, it is a student, Muhammad is a student. So you got it actually. മനസ്സിലായില്ലേ? ഞാനൊരു വിദ്യാർത്ഥിയാണ്, അവളൊരു വിദ്യാർത്ഥിയാണ്, അവനൊരു വിദ്യാർത്ഥിയാണ്, അവർ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഇതിൽ പ്ലൂറൽ ആയിട്ട് വരുന്നത് they, അവർ, അതുപോലെ തന്നെ we, നമ്മൾ എന്നുള്ളതാണ്. മറ്റുള്ളതൊക്കെ സിംഗുലർ ആണ്. ഐ, യു, ഹി, ഷീ, ഇറ്റ്, മുഹമ്മദ്. ഇനി മുഹമ്മദും റഹ്മാനും വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ മുഹമ്മദ് ആൻഡ് റഹ്മാൻ ആർ സ്റ്റുഡൻസ് എന്ന രൂപത്തിലാണ് വരിക. അപ്പോൾ നമ്മൾ അതൊരു രൂപത്തിൽ ഐ ആം എ ഡ്രൈവർ, യു ആർ എ ഡ്രൈവർ, ദേ ആർ ഡ്രൈവേഴ്സ്, വി ആർ ഡ്രൈവേഴ്സ്, ഹി ഈസ് എ ഡ്രൈവർ, ഷീ ഈസ് എ ഡ്രൈവർ, ഇറ്റ് ഈസ് എ ഡ്രൈവർ, ഇറ്റ് ഈസ് എ ഡ്രൈവർ, മുഹമ്മദ് ഈസ് എ ഡ്രൈവർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആം, ഈസ്, ആർ ഇതിന്റെ അർത്ഥം ആകുന്നു എന്നാണ്. മനസ്സിലായിരിക്കുക. ആം, ഈസ്, ആർ ഇതിൽ ഐന്റെ കൂടെ ആം വരും, യു, ദേ, വി അതിന്റെ കൂടെ ആർ വരും, ഹി, ഷീ, ഇറ്റ്, മുഹമ്മദ് അതിന്റെ കൂടെ ഈസും വരും. ഇത് നമ്മൾ ബേസിക്കലി നമ്മുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും ഐ എന്ന് പറഞ്ഞാൽ പിന്നെ ആറാണോ ആം ആണോ ഈസ് ആണോ. ഇത് നമ്മുടെ ഒരു പാട്ട് പോലെ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ അൺകോൺഷ്യസിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ അങ്ങനെ പ്രാക്ടീസ്. ഐ ആം എ ബോയ്, യു ആർ എ ബോയ്, ദേ ആർ ബോയ്സ്, വി ആർ ബോയ്സ്, he is a boy, she is a girl, it is a boy, Muhammad is a boy. See, നമ്മൾ ഇതിന്റെ സാധനം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കലായിട്ട് പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ ഈ 3 ഫോംസുകൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ ഇംഗ്ലീഷ് ഈസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. അതാണ് ഞാൻ ഇന്ന് സിമ്പിളായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതാണ്. അപ്പൊ ഞാൻ വിദ്യാർത്ഥിയാകുന്നു, ഞാനൊരു ടീച്ചർ ആകുന്നു, ഐ ആം എ ടീച്ചർ. See, I am a teacher, you are a teacher, they are teachers, we are teachers, he is a teacher, she is a teacher, it is a teacher, Muhammad is a teacher. അധ്യാപകനാകുന്നു, മുഹമ്മദ് അധ്യാപകനാകുന്നു. ഇതിൽ നമുക്ക് ഏത് സ്ട്രക്ചറും ഏത് ഫോംസും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എന്റെ ഒപ്പം വീട്ടിലാവുന്നു. ഇപ്പം മൈ ഫാദർ ഈസ് അറ്റ് ഹോം, ഞാനിപ്പം കൊല്ലത്താ, അമറ്റ് കൊല്ലം. സി നമുക്ക് ഏത് സ്ട്രക്ചറും അവൻ എന്റെ ഫ്രണ്ടാണ്, ഹിസ് മൈ ഫ്രണ്ട്. സി ഹി ഈസ് മൈ ഫ്രണ്ട്, നീ നല്ലവനാണ്, യു ആർ ഗുഡ്, ഗുഡ് വൺ. സോ അക്കോർഡിംഗ്ലി നമുക്ക് നമ്മുടെ ഒരു കൺഫ്യൂഷൻ അതാണ്. ഐ വരുമ്പോ ആം ആണോ, യു വരുമ്പോ ഏതാണെന്നുള്ളത് ഇതിങ്ങനെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ആകുന്നു, ആം, ഈസ്, ആർ എന്ന് പറഞ്ഞാൽ ആകുന്നു. സോ ഐ ആം, യു ആർ, ദേ ആർ, വി ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, മുഹമ്മദ് ഈസ്. സോ അക്കോർഡിംഗ്ലി അത് മനസ്സിൽ കീപ്പ് ചെയ്യാം. അത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആം, ഈസ്, ആർ എന്ന് പറഞ്ഞാൽ ആകുന്നു. സോ യു ഗോട്ട് ഇറ്റ് ആക്ച്വലി. നമ്മൾ പിന്നൊന്ന് ശ്രദ്ധിക്കണം വെച്ചാൽ ഐ ആം മുഹമ്മദ്. ഫോർ എക്സാമ്പിൾ ഐ ആം എ സ്റ്റുഡന്റ്, അത് ഏറ്റവും ഷോർട്ട് ആൻഡ് ആം എ ബോയ്, യു ആർ എ ബോയ്, യു ആർ എ ബോയ്, യു ആർ എ ബോയ് എന്നതിന് പകരം യു ആർ എ ബോയ്. നമ്മൾ മലയാളത്തിൽ പറയാ ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനാകുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും ഷോർട്ട് ആയിട്ട് പറയാം ഹി ഈസ് എ ബോയ്, ഹി ഈസ് എ സ്റ്റുഡന്റ്. സോ ഹി ഈസ് എ സ്റ്റുഡന്റ്. അത്ര ക്ലാരിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. സോ മേക്ക് ഇറ്റ് എക്സ്ട്രാക്ട് as it is. So it is a shortened form actually. So next ഇതിന്റെ നെഗറ്റീവ് ഫോം ആവുന്നില്ല എന്നതിന്റെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതിനെ ഓക്സിലറി വേർബ് എന്ന് പറയാം. ഞാൻ ഗ്രാമർ പാട്ടിലേക്ക് പോകുന്നില്ല. ആം, ഈസ്, നമ്മൾ ഒരുപാട് 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാവ്, ഹാസ്, ഹാഡ്, വിൽ, ഷാൾ, ക്യാൻ, മേ, കുഡ്, മൈറ്റ്, വുഡ്, ഷുഡ്, യൂസ്, ടു, ഔട്ട്, ഡെയർ, ഡു, ഡസ്, ഡിഡ്.
So there are so many. So we will discuss everything later. So am, is, are. നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ് am, is, are എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നർത്ഥം. അപ്പൊ അതിന്റെ കൂടെ നോട്ട് ചേർക്കുക. അപ്പം അല്ല എന്നുള്ള പറഞ്ഞ ഫോർ എക്സാമ്പിൾ ആം നോട്ട് എ ടീച്ചർ, ആം നോട്ട് എ ടീച്ചർ, ആം ഇൻറ്റ് ഏറ്റവും ഷോർട്ടൻഡ് ആയിട്ട് ആം ഇറ്റ്, ആം ഇൻ എ സ്റ്റുഡന്റ്, ആം ഇൻ എ ടീച്ചർ, ആം ഇൻ എ സ്റ്റുഡന്റ്, ആം നോട്ട് എ സ്റ്റുഡന്റ്, യു ആർ ഇൻ എ സ്റ്റുഡന്റ്, they are in the students, we are in the students, he is in the student, she is in the student, it is in the student, Muhammad is in the student. So negative നമ്മൾ നേരത്തെ പോസിറ്റീവ് പഠിച്ചു, ഇപ്പൊ അതിന് നെഗറ്റീവ് നമ്മൾ ഇങ്ങനെ പഠിക്കണം. ആദ്യം പോസിറ്റീവ് അതിന്റെ എല്ലാ ഫോംസുകളും, അതിനുശേഷം നെഗറ്റീവ്സുകൾ. നമ്മൾ പൊതുവെ നമ്മൾ ഇങ്ങനെ സൊറഫാക്കി പഠിക്കാന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇത് പഠിച്ചാൽ ഇറ്റ് വിൽ ബി പക്ക. ഐ എം ഷുവർ ദാറ്റ് ആക്ച്വലി ദ ഫൗണ്ടേഷൻ ലെവൽ വിൽ ബി ഓക്കെ. സോ ഇമാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി തരികയാണ് നിങ്ങൾക്ക്, അതിന്റെ ഒരു ഫൗണ്ടേഷൻ. ലേറ്റർ ഓൺ യു ഹാവ് ടു പ്രാക്ടീസ് ആൻഡ് യു ഹാവ് ടു ബിൽഡ് അപ്പ് വാട്ട് എവർ ഇറ്റ് ഈസ് റിക്വയർഡ് ആക്ച്വലി. സോ ദിസ് ഇസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഐ മീൻ നോട്ട്. I'm in the teacher, I'm in the student, I am in the student, you are in the student, they are in the students, we are in the students, he is in the student, she is in the student, it is in the student, Muhammad is in the student. മുഹമ്മദ് വിദ്യാർത്ഥിയല്ല, മുഹമ്മദ് എന്റെ കൂട്ടുകാരനല്ല, മുഹമ്മദ് ഈസ് ഇൻ മൈ ഫ്രണ്ട്. ഓൻ ഇപ്പൊ അവിടെ അല്ല, ഹീസ് ഇൻ ദേർ. സോ നമ്മൾ രണ്ടാമത്തെ നെഗറ്റീവ്, അതിന്റെ കൂടെ ആം, ഈസ്, ആറിന്റെ കൂടെ നോട്ട് ചേർക്കുക. ആം ഇൻറ്റ്, ആർ ഇൻറ്റ്, ഈസ് ഇൻറ്റ്. വെരി സിമ്പിൾ. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ഒക്കെ സ്ട്രക്ചർ ഒരു ഉദാഹരണം വെച്ച്. ഫോർ എക്സാമ്പിൾ കാർപ്പന്റർ, ഐ ആം എ കാർപ്പന്റർ, ആം ഇൻ എ കാർപ്പന്റർ, യു ആർ എ കാർപ്പന്റർ, യു ആർ ഇൻ എ കാർപ്പന്റർ, ദേ ആർ കാർപ്പന്റേഴ്സ്, ദേ ആർ ഇൻ കാർപ്പന്റേഴ്സ്, വി ആർ കാർപ്പന്റേഴ്സ്. അതിന്റെ ഐ മീൻ പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഫോം അപ്പ് ചെയ്യാം, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. സോ മേ ബി യു പ്രാക്ടീസ് ഇറ്റ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്, ഇറ്റ് വിൽ ബി സ്ട്രെച്ചിങ് യുവർ മൈൻഡ്. അത് നിങ്ങളുടെ മൈൻഡ്സിലുണ്ടാവും. സോ ആൻഡ് ദിസ് ഇസ് വാട്ട് ആക്ച്വലി പോസിറ്റീവ്, ദെൻ നെഗറ്റീവ്. നെക്സ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ. നമ്മുടെ 3 ഫോംസുകളാണ് വളരെ പ്രധാനപ്പെട്ടത്: പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ ഫോം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആം, ഈസ്, ആർ, ഈ ക്വസ്റ്റ്യനെ നമ്മൾ നേരെ ആമിനെ മുമ്പോട്ട് കൊണ്ടുവരിക, ആ സെന്റൻസിൽ ഈസിനെ മുമ്പോട്ട് കൊണ്ടുവരിക, ആറിനെ മുമ്പോട്ട് ക്വസ്റ്റ്യൻ ആയി. ഫോർ എക്സാമ്പിൾ ആം ഐ എ ടീച്ചർ, ആർ യു എ ടീച്ചർ, ആർ ദേ ടീച്ചേഴ്സ്, ആർ വി ടീച്ചേഴ്സ്, ഈസ് ഹി എ ടീച്ചർ, ഈസ് ഷി എ ടീച്ചർ, ഈസ് ഇറ്റ് എ ടീച്ചർ, ഈസ് മുഹമ്മദ് എ ടീച്ചർ. വെരി സിമ്പിൾ. സോ നമ്മളിങ്ങനെ പൊതുവെ നമ്മളിങ്ങനെ ഒരു ആശങ്കയിലാവും, അവനൊരു വിദ്യാർത്ഥിയാണോ എങ്ങനെ ചോദിക്കും. നമ്മൾ ചോദിക്കൽ എങ്ങനെ വെച്ചാൽ ഹി ഈസ് എ സ്റ്റുഡന്റ്. ദാറ്റ് ഈസ് റോങ് ആക്ച്വലി, ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ്. പിന്നെ നമ്മൾ നമ്മുടെ എക്സ്പ്രഷനിലൊക്കെ വരുത്തിക്കലാണ്, അത് ചോദ്യം മാറും. പിന്നെ എക്സാക്ട്ലി യു ഹാവ് ടു പോസ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾ ചോദിക്കേണ്ടത് വെച്ചാൽ ഈസ് ഹി എ സ്റ്റുഡന്റ്. നീ ഒരു കുട്ടിയാണോ, ആർ യു എ സ്റ്റുഡന്റ്. നിന്റെ വീട് കൊല്ലത്താണോ, ആർ യു ഫ്രം കൊല്ലം. സോ എക്സാക്ട്ലി നമ്മൾ അങ്ങനെ ചോദിക്കണം. ആം, ഈസ്, ആർ, ഇതിനെ മുന്നോട്ട് കൊണ്ടുവരിക. സോ നമ്മൾ പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ ഇങ്ങനെ പഠിക്കണം നിങ്ങൾ. അപ്പോൾ ഈ പ്രോണൗൺസുമായി ബന്ധപ്പെട്ട് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, മുഹമ്മദ്. ഒരു നൗണ് ഞാൻ കൊണ്ടുവന്നതാണ് മുഹമ്മദ്. ഇനി അത് 2 പേരാവാം, അതിനനുസരിച്ച് അതിന്റെ ഐ മീൻ വേർബ്സുകൾ മാറുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇതിന്റെ ആൻസർ എപ്പോഴും യെസ് ഓർ നോ ആയിരിക്കും. ആർ യു എ ടീച്ചർ? യെസ്. നോ, ഐ ആം ഇൻ ദ ടീച്ചർ. I'm a student. So exactly accordingly. So I'm a student. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാണ്. I am a student. I am in the student. Am I a student? You are a student. You are in the student. Are you a student? They are students. They are in the students. Are they students? We are students. We are in the students. Are we students? He is a student. He is in the student. Is he a student? She is a student. She is in the student. Is she a student? It is a student. It is in the student. Is it a student? Muhammad is a student. Muhammad is in the student. Is Muhammad a student? So ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് എ സ്റ്റുഡന്റ്. ഇറ്റ് എന്നത് ഒരിക്കലും ജീവനുള്ള വസ്തുവിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. ഇനാനിമേറ്റ് തിങ്സ്, ജീവനില്ലാത്തതിന് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് എ മൊബൈൽ. ജീവനില്ലാത്തതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇറ്റ് എന്നുള്ളത്. സോ നമുക്കറിയില്ല ഒരു കുട്ടിയാണോ പെൺകുട്ടിയോ. നമ്മൾ ചോദിക്കുന്നതാണ് who is it? അങ്ങനെ ചോദിക്കും, ഇതാരാണ്. സോ വി ഡോണ്ട് ആക്ച്വലി വെദർ ഇറ്റ് ഈസ് എ മെയിൽ ഓർ ഫീമെയിൽ. സോ വി ആർ നോട്ട് ക്ലാരിഫൈഡ്. സോ ഇൻ സച്ച് എ സിറ്റുവേഷൻ വി വിൽ ബി യൂസിങ് ഇറ്റ്. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇറ്റ് ഈസ് എ സ്റ്റുഡന്റ് എന്ന പ്രയോഗം കൊണ്ടുവന്നത്. സോ വിൽ കീപ് ഇറ്റ് അപ്പ് ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു ദാറ്റ് ഐ ആം, ഈസ്, ആർ. ആകുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. അതിൽ നമ്മൾ പോസിറ്റീവ് ചർച്ച ചെയ്തു, നെഗറ്റീവ് ചർച്ച ചെയ്തു,
ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തു. വളരെ അപൂർവമായിട്ട് ക്വസ്റ്റ്യൻ നെഗറ്റീവും വരാറുണ്ട്. നിങ്ങളൊരു നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ, നിങ്ങൾ വിദ്യാർത്ഥിയാണോ, ആർ യു എ സ്റ്റുഡന്റ്? നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ, ആ നെഗറ്റീവ് ചോദ്യം വരുമ്പോഴാണ് ആറിന്റ് യു എ സ്റ്റുഡന്റ്, ആറിന്റ് യു എ സ്റ്റുഡന്റ്, ഈസിന്റ് ഹി, നീ ഇന്ന് വന്നിട്ടില്ലേ, അവൻ ഇന്ന് പ്രസന്റ് അല്ലേ, ഇസിൻ ഹി പ്രസന്റ്, ഇസിൻ ഹി അവൈലബിൾ. സോ നമ്മൾ അങ്ങനെയും ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ ബേസിക്കലായിട്ട് പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ. പിന്നെ ക്വസ്റ്റ്യൻ നെഗറ്റീവും റയറായിട്ട് വരാണ്ട്, അത് സിമ്പിൾ ആണ്. അതിന്റെ കൂടെ ഈസ്, ആം, ഈസ്, ആറിന്റെ കൂടെ നോട്ട് ചേർക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫ്ലുവൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്ലുവൻസി മീൻസ് തിങ്ക് ഇംഗ്ലീഷ് ആൻഡ് സ്പീക്ക് ഇറ്റ് ഔട്ട്. തിങ്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് സ്പീക്ക് ഇറ്റ് ഔട്ട്, ദാറ്റ്സ് കോൾഡ് ആക്ച്വലി ഫ്ലുവൻസി. നിങ്ങൾ നന്നായി വായിക്കുക ഇംഗ്ലീഷിനെ, അത് ലൗഡായിട്ട് വായിക്കുക, അതിനെ ആവർത്തിക്കുക, റിപ്പീറ്റ്. ആക്ച്വലി യു ഹാവ് ടു റിപ്പീറ്റ് ആഫ്റ്റർ മെനി ടൈംസ് ആക്ച്വലി. സോ മേ ബി യു ക്യാൻ ഹാവ് സം കൺവെർസേഷൻസ് ബിറ്റ്വീൻ, നിങ്ങൾ ചില കോൺവെർസേഷൻസ് ഫ്രെയിം ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ വേ വി ക്യാൻ ഹാവ്. So today is actually the homework for you, to write down am, is, are. അതിന്റെ മീനിങ് എഴുതുക. അതിന്റെ കൃത്യമായിട്ടുള്ള ഞാൻ പറഞ്ഞു തന്ന പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ നെഗറ്റീവ്, ഈ 4 രൂപങ്ങളിൽ ഈ പ്രൊണൗൺസിൽ വെച്ചിട്ടുള്ള സെന്റൻസ് കൃത്യമായി ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ മീനിങ്സ് ക്ലിയർ ചെയ്യുക. ആകുന്നു, ആകുന്നില്ല, ആണോ, ആകുന്നില്ലേ എന്ന 4 രൂപങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് ആക്ച്വലി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാ രൂപത്തിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സംഭാഷണങ്ങളൊക്കെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അറിയിക്കുക. ഇത് നമ്മുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകളും ഇതിന്റെ മറ്റു ക്ലാസ്സുകളൊക്കെ ഇൻഷാല്ല ഇമാദ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇതൊരു എഫേർട്ടാണ്. നമ്മളൊക്കെ ഒരു അപ്ഡേറ്റ് ചെയ്യുക, ഇംഗ്ലീഷ് ഭാഷയുമായി നമ്മൾ ഫെമിലിയറൈസ് ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരു ചെറിയൊരു ഇനീഷ്യേറ്റീവാണ്. സോ താങ്ക് യു ഓൾ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.